നമസ്കാരം. ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നിയത്. അതിനൊരു കാരണമുണ്ട്. അതായത് എൻ്റെ നെയ്ബർ ഒരു കുട്ടി. ആ കുട്ടി വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലമായ ദുബായിലേക്ക് വിമാനമാർഗം യാത്ര ചെയ്യുകയും ആ വിമാനത്തിൽ കയറിയതിന് ശേഷം ഇറങ്ങാൻ നേരത്ത് എന്തോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം റൂമിൽ ചെന്നതിന് ശേഷം കാരണമില്ലാതെ വിഷാദം തോന്നുന്നു, കരച്ചിലുണ്ടാകുന്നു. എന്താണതിന് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവിടെ നിന്നും തിരികെ പോവുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടിയുടെ ചേച്ചിയെ മുമ്പ് ഹിപ്നോതെറാപ്പിയും പ്രതിപ്രസവ സാധനയ്ക്കും വിധേയമാക്കിയിട്ടുണ്ട്. ആ കുട്ടിക്കുണ്ടായിരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം, രാത്രിയിൽ ഉറങ്ങാനും അതിൻ്റെ കാരണം കണ്ടെത്താൻ വയ്യാത്തൊരു ഭയമായിരുന്നു ആ മൂത്ത കുട്ടിക്ക്. അതിൻ്റെ കാരണം ഒരിക്കൽ ആ കുട്ടിയുടെ മുത്തശ്ശിയുമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ആ മുത്തശ്ശിയുടെ മരണം സംഭവിക്കുകയും ആ കുട്ടിക്ക് അത് ഒരു ആഘാതം ഉണ്ടാക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. ആ മരണത്തിൽ നിന്നുണ്ടായ പേടിയാണ്, അല്ലെങ്കിൽ ഭയമാണ് ആ കുട്ടിക്ക് അന്നുണ്ടായിരുന്നത്. അത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കുട്ടിയെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ പ്രഭാവലീയത ഓറയിലും ചക്രങ്ങളിലും വേരിയേഷൻസ് ഉള്ളതായിട്ട് കണ്ടു. നാം എല്ലാം കാണുന്നത് ഈ ഫിസിക്കൽ ബോഡിയാണെങ്കിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം ഇങ്ങനെ 3 ശരീരമുണ്ട്. അതിലുണ്ടായ മാറ്റമാണ് ഈ കുട്ടിക്ക് ഈ വിഷാദത്തിനും സങ്കടത്തിനും ഒക്കെ കാരണമുണ്ടായത്. അപ്പോൾ പ്രതിപ്രസവ സാധനയ്ക്ക് വിധേയമാക്കി ഹീലിങ്ങും നൽകി ഓറയിൽ നിന്ന് നെഗറ്റീവ് എനർജിയുടെയും ബ്ലോക്കിംഗ് ഒക്കെ മാറ്റിയതിന് ശേഷം ആ സെഷന് ശേഷം പുറത്ത് വന്നപ്പോൾ കുട്ടി പറഞ്ഞത് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയി എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അടുത്ത 2 ദിവസങ്ങളിൽ ഞാൻ ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ നന്നായി മാറ്റമുണ്ട്. മുമ്പ് ഈ ബുദ്ധിമുട്ട് കാരണം ഭക്ഷണവും ഉറക്കമൊന്നും ശരിയില്ലായിരുന്നു. അതിനെല്ലാം മാറ്റമുണ്ടായി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഊർജത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ പ്രഭാവലയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമാണിത്. വീണ്ടും വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് കരുതിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.